ഓരോ വർഷവും കേരളത്തിൽ ശരാശരി 13 പോലീസുകാർ ജീവനെടുക്കുന്നു എന്നാണ് സേനയുടെ തന്നെ കണക്ക്. 10 വർഷത്തിൽ സംസ്ഥാനത്ത് സ്വയം മരണം വരിച്ചത് 138 പോലീസുകാരാണ്. ഇതിലേറ്റവും കൂടുതൽ തിരുവനന്തപുരം റൂറലിലാണ്, 22 പേർ. പ്രധാന കാരണം ജോലി സമ്മർദ്ദമാണെന്ന പരാതി ഓരോ ആത്മഹത്യയിലും ഉയരാറുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനിടെ 284 പോലീസുകാർ ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചു. മാനസിക സംഘർഷം നേരിടുന്ന പോലീസുകാർക്ക് കൗൺസിലിംഗ് നൽകാനായി 2017 ഹാർട്സ് എന്ന സംവിധാനം തുടങ്ങി. ഇതുവരെ 7000-ലേറെ പോലീസുകാർ ഈ സേവനം ഉപയോഗിച്ചു. 2024 ഒക്ടോബർ വരെ നിയമസഭയിൽ കൊടുത്തൊരു മറുപടി ഞാൻ ഓർക്കുകയാണ്. 90 പേരാണ് ജീവനൊടുക്കിയത്. 8 മണിക്കൂർ ജോലി എന്നുള്ളത് സങ്കല്പം മാത്രമാണ്. നമ്മൾ പല കാര്യങ്ങളിലും പോലീസുകാരെ പഴിക്കാറുണ്ട്. പക്ഷേ താഴെ തലത്തിലുള്ള പോലീസ് സേനാംഗങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ചെറുതല്ല. എങ്ങനെയെങ്കിലും തൊഴിൽ വിട്ടുപോയാൽ മതി, അല്ലെങ്കിൽ അതിജീവനം അസാധ്യമാകുന്ന തരത്തിലേക്കുള്ള തൊഴിൽ സമ്മർദ്ദം പോലീസുകാർ അനുഭവിക്കുകയാണ്. വളരെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി ചേർത്ത് വെച്ച് പറയുന്നു, പതിവ് പോലെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആ നിമിഷത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്കുണ്ടാകുന്നത് പോരാടി മുന്നോട്ട് പോകാനുള്ളൊരു വലിയ ജീവിതമാണ്. മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒളിച്ചോടുമ്പോൾ നമ്മളെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന എത്രയോ പേരെ പാതി മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടാണ് പോകുന്നതെന്ന് ഓരോരുത്തരും ആലോചിക്കണം. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല.